എൻ്റെ പേര് ഡോക്ടർ മഞ്ജു കാപ്പൻ. ഞാൻ ഇംഗ്ലണ്ടിൽ ഫാമിലി ഫിസിഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഹെൽത്ത് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഹാർട്ട് അറ്റാക്ക്. ഈ ഹാർട്ട് അറ്റാക്ക് എന്താണെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായി എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ ഡിസ്കഷൻ. ആദ്യം ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഇതിനായിട്ട് ഹാർട്ടിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിക്കാം. ഇതിൽ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ക്ലോട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇതിൽ ബ്ലോക്ക് വരുമ്പോൾ ഈ രക്തക്കുഴൽ രക്തം എത്തിക്കേണ്ട ഹാർട്ട് മസിൽസിന് രക്തം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഹാർട്ട് മസിൽസ് ഡാമേജ്ഡ് ആവുന്നു. ഇനി ഈ ബ്ലോക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ ഒരു രക്തക്കുഴലിൻ്റെ ചിത്രം കാണിക്കാം. ഈ രക്തക്കുഴലിനുള്ളിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു സാധനം നിങ്ങൾക്ക് കാണാം. ഇതിന് അത്രോമ അല്ലെങ്കിൽ അത്രോസ്ക്ലെറോട്ടിക് പ്ലാക്ക് എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളവരുടെ രക്തക്കുഴലിൽ കാണുന്നതാണ്. ഇത് ഉണ്ടാകുന്നത് രക്തത്തിലുള്ള കൊഴുപ്പ് അതുപോലെ മറ്റു പല സാധനങ്ങൾ കൂടി മിക്സ് ചെയ്താണ്. ഇതുള്ളപ്പോൾ രക്തക്കുഴലിൽ രക്തയോട്ടത്തിന് തടസ്സം സംഭവിക്കുന്നുണ്ട്. സാധാരണ ഹാർട്ട് അറ്റാക്കിൽ ഈ അത്രോമ അടർന്ന് അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് രക്തയോട്ടം മൊത്തമായി നിന്നു പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ചിത്രവും കൂടി കാണിക്കാം. ഇതിനുള്ളിൽ നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള അത്രോമ കാണാം. അതുപോലെ ചുവന്ന നിറത്തിൽ വരച്ചിരിക്കുന്ന ക്ലോട്ടും കാണാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ രക്തയോട്ടം ഒട്ടും നടക്കുന്നില്ല. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ബ്രൗൺ നിറത്തിലുള്ള ഒരു ഏരിയ കാണാം. ഇതാണ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹാർട്ട് മസിൽസ്. ചുരുക്കി പറഞ്ഞാൽ ഈ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് വരുമ്പോൾ രക്തയോട്ടം നടക്കുന്നില്ല. അതുകൊണ്ട് ഹാർട്ട് മസിൽസ് ഡാമേജ്ഡ് ആവുന്നു. ഇതാണ് ഹാർട്ട് അറ്റാക്കിൽ സംഭവിക്കുന്നത്. ഇനി ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹാർട്ട് അറ്റാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചുവേദനയാണ്. ഈ നെഞ്ചുവേദന സാധാരണയായി നെഞ്ചിൻ്റെ നടുഭാഗത്ത് അല്ലെങ്കിൽ ഇടത് ഭാഗത്തായിട്ടാണ് അനുഭവപ്പെടുക. ഇത് കഴുത്തിലോട്ട് വ്യാപിക്കാം. അതുപോലെ തന്നെ ഇടത് കൈയിലോട്ട് വ്യാപിക്കാനും സാധ്യതയുണ്ട്. ഈ നെഞ്ചുവേദനയോടൊപ്പം തന്നെ അമിതമായ വിയർപ്പ്, വിളർച്ച അല്ലെങ്കിൽ ബോധക്ഷയം ഒക്കെ ഉണ്ടാകാം. എന്നാൽ മറ്റു ചിലരിൽ വേദന ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ. അവർക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ശ്വാസമുട്ട് ഒക്കെ ആകാം ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ. മറ്റു ചിലരിൽ നെഞ്ചിൽ ഗ്യാസ് കെട്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്തിരുന്നൊരു വേദന ഒക്കെ ആകാം ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നെഞ്ചുവേദനയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാന ലക്ഷണമെങ്കിൽ പോലും പെട്ടെന്നൊരു അസ്വസ്ഥതയോ അതുപോലെ തന്നെ ശ്വാസമുട്ടലോ തോന്നിയാൽ അതും ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തുക. നിങ്ങൾക്ക് നെഞ്ചുവേദനയുണ്ടെങ്കിൽ സ്വയം വാഹനം ഓടിക്കരുത്. ഹോസ്പിറ്റലിൽ ECGയും ബ്ലഡ് ടെസ്റ്റും ചെയ്ത് കാർഡിയോളജിസ്റ്റിന് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായോ എന്ന് പറയാനായിട്ട് സാധിക്കും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ക്ലോട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയറോ അല്ലെങ്കിൽ ഈ ക്ലോട്ട് ലയിപ്പിക്കാനായിട്ടുള്ള മരുന്നോ ആയിരിക്കും കാർഡിയോളജിസ്റ്റ് നിർദ്ദേശിക്കുക. ഇനി നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഇല്ലാതെ ആക്കാം അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ അധികം കൊഴുപ്പും ഷുഗറും ഉപ്പുമുള്ള ഭക്ഷണം ഒഴിവാക്കുക, നാരടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഹെൽത്തി ഡയറ്റ്.
ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ ഇടാം. ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായി വ്യായാമം ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടെങ്കിൽ ആ വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പുകവലിക്കാരിൽ ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുകവലിക്കുമെങ്കിൽ പുകവലി നിർത്താനായിട്ട് ശ്രമിക്കുക. അമിതമായി മദ്യപിക്കുന്നവരിലും ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ബുദ്ധിമുട്ടാണ്, എന്നാലും ഒരു പരിധി വരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷറോ കൊളസ്ട്രോളോ പ്രമേഹമോ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൺട്രോളിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇത് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് കൃത്യമായി ചെക്കപ്പ് ചെയ്യുക. കാരണം ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഉള്ളവരിൽ തുടക്കകാലങ്ങളിൽ പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാമിലി ഹിസ്റ്ററി. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി ചെക്കപ്പ് നടത്തിയിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് വഴിയും നിങ്ങളുടെ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും പ്രമേഹവും കൺട്രോളിൽ നിർത്തുന്നത് വഴിയും ഒരു പരിധി വരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇനിയൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് തടയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നെങ്കിൽ ഹോസ്പിറ്റൽ വിടുമ്പോൾ തന്നെ കാർഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് കുറച്ചധികം മരുന്നുകൾ കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടാവും. ഈ ഓരോ മരുന്നിനും അതിൻ്റേതായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. കാരണം ഈ മരുന്ന് കഴിക്കുന്നത് നിർത്തിയാൽ ഇനിയൊരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതിലേതെങ്കിലും മരുന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിയോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഈ മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു ഹെൽത്തി ഡയറ്റും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.